ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കുട്ടി വ്ലോഗാണ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് അമ്മ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈവനിങ് ഒന്ന് പുറത്തൊക്കെ പോകാം. ഞാനിപ്പോൾ മുക്കത്താണ് കേട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി മുക്കത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ മുക്കമ്മാളിലൊക്കെ പോയി അവിടെ ഇരുന്നു. ഒരു കാര്യമില്ല കേട്ടോ, പോകുന്നതിൽ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, വെറുതെ സംസാരിക്കാനായിട്ട് കുറച്ച് സമയം. അങ്ങനെ മുക്കമ്മാളിൽ പോയി ഒരു പോപ്കോണൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു. ഇതാണ് കേട്ടോ മുക്കത്തിൻ്റെ ഒരു വ്യൂ ആണ്. അങ്ങനെ പോപ്കോണൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കരുതി ഇനി വേറെ എന്താ വാങ്ങുക. നമ്മൾ പണ്ടൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലം മുക്കത്തൊരു കൂൾ ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന സാധനമായിരുന്നു ഈ ഫലൂദ. നല്ല നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയി ഫലൂദ കഴിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ഫലൂദ വാങ്ങിച്ച് ഫലൂദയൊക്കെ കഴിച്ചു. എന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് അവളിങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ച് കുറേ സംസാരിച്ചു, എന്തൊക്കെയോ സംസാരിച്ചു. ദെൻ നമ്മൾ ട്രെൻഡ്സിലേക്കാണ് പോയത്. ട്രെൻഡ്സ് പോയിട്ട് ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല, ചുമ്മാ ഒരു സന്തോഷം. ട്രെൻഡ്സിലൊക്കെ പോയി നമ്മൾ ഗേൾസിനൊക്കെ എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി വാങ്ങിച്ചില്ലെങ്കിലും അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ കാണുന്നത് ഒരു സന്തോഷമല്ലേ. അങ്ങനെ ട്രെൻഡ്സ് പോയിട്ട് കുറേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നോക്കി. അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞ് മുക്കത്തൊരു കുഞ്ഞ് മിനി പാർക്ക് ഉണ്ട്. നമുക്ക് ഈവനിങ് ടൈമിൽ അവിടെ പോയിട്ട് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റിയ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ. കുറച്ച് ചെയേഴ്സും പിന്നെ ഇരുവഴിഞ്ഞിയുടെ തീരത്താണ്. അപ്പോൾ പുഴയൊക്കെ നോക്കി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി കുറേ നേരം ഇരുന്ന് കുറേ നേരം ഇങ്ങനെ സംസാരിച്ച് പഴയ കഥകളും നമ്മളെ കോളേജ് ലൈഫും സ്കൂൾ ലൈഫും. നമ്മൾ കുഞ്ഞു കുട്ടികൾ മുതലേ ഒരുമിച്ചുള്ള ആൾക്കാരാണ്. അപ്പോൾ കുഞ്ഞു മുതലുള്ള കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ ലൈഫിൽ സംഭവിച്ച കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ച് കുറേ ചിരിച്ചു. എല്ലാവരും ഇല്ലേ, നിങ്ങളെല്ലാവരും കുറേ പ്രോബ്ലംസ് നമുക്കൊക്കെ ഉണ്ടാകും. നമ്മുടെ ഫാമിലി എപ്പോഴും നമ്മൾ ബിസി ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിലും ഇതുപോലെ കുറച്ച് സമയം നമ്മളെപ്പോഴും കണ്ടെത്തണം. അത് നമുക്കൊരു റിലാക്സേഷൻ തരും. ഇപ്പോൾ ഈ കുഞ്ഞു സമയമുണ്ടല്ലോ, ആ സമയം നമുക്ക് തരുന്ന റിലാക്സേഷൻ എത്രയാണെന്നുള്ളത് അതൊരു പ്രത്യേക ഫീലിംഗ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എപ്പോഴും ലൈഫായിട്ട് തിരക്കായിട്ട് ഒന്നിനും സമയം കണ്ടെത്താതെ അതിങ്ങനെ ലൈഫിലങ്ങ് പോയാൽ നമ്മൾ ലൈഫിനെ അത് ഭയങ്കര രീതിയിൽ അത് ബാധിക്കും. നമുക്കൊരു ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതുപോലെ കുറച്ച് നേരം ഫ്രണ്ട്സിനൊക്കെ കൂടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രസമായിരിക്കും. അപ്പം ഇത് നല്ലൊരു ഈവനിങ് ആയിരുന്നു, എനിക്ക് നല്ല റിലാക്സേഷൻ ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.